എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇരുനില ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിൽ നമുക്ക് ഒരു ഇരുനില വീട് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വില്ലയ്ക്കത്തുള്ള എല്ലാ വീടും സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിലാണ്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, സോളാറിൻ്റെ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഈ വീട് നിൽക്കുന്ന കിഴക്ക് ദർശനമാണ്. വാസ്തുപ്രകാരമാണ് വീട് വെച്ചിട്ടുള്ള നല്ല നിരന്ന ഫ്ലോട്ടിലാണ് വീട് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്ത ഒരു വീടാണ് ഈ കാണുന്ന വീട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീടിനോട് ചേർന്നൊരു കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീടിൻ്റെ സൈഡിൽ നമുക്കൊരു കാർ ഇടാൻ പറ്റും. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് ഫിഷ്, വെജിറ്റബിൾ, പാല്, പത്രം ഇതെല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ അതിന് ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ അതിനും ആൾ വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡ് വരുന്നത്. നമുക്ക് റോഡ് ഫുള്ള് നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വില്ലയ്ക്കകത്തുള്ള മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. നല്ല സൈലൻറ്റ് ഏരിയയാണ്. മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ വേണ്ടി അതിനൊരു സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കാർ പോർച്ച്. നമ്മുടെ വീടിനോട് ചേർന്നുള്ള കാർ പോർച്ച്. ഇവിടെ നമുക്ക് വലിയൊരു ഇന്നോവ കാർ വരെ ഈ കാർ പോർച്ചിൽ നിൽക്കും. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് ചെറിയൊരു കാർ ഇടാൻ പറ്റും. മുറ്റത്താണ് കിണർ വരുന്നത്. എല്ലാം നമുക്ക് വാസ്തുപ്രകാരം നോക്കിയാണ് നമുക്ക് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിംഗ് വർക്ക് നമ്മൾ വുഡിൻ്റെ ഡിസൈനിലാണ് നമ്മൾ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വുഡ് വന്നിട്ട് ഫുൾ നമുക്ക് പ്ലാവാണ് വരുന്നത്. ഫുൾ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നമുക്ക് വലിയൊരു സോപാനം വരുന്നുണ്ട്. സോപാനത്തിൽ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റീലാണ്. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ നമുക്ക് പ്ലാവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മുടെ TV യൂണിറ്റ് ഏരിയയാണ്. നമ്മൾ TV യൂണിറ്റ് ഏരിയയും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ ഒരു വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അകത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെയിൽ വന്നിട്ട് നമുക്ക് 6x4 ടെയിലാണ് വരുന്നത്. ടെയിലിൽ നമുക്ക് അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെൻറ്റർ ചെവറിൽ നമുക്കൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറെല്ലാം നല്ല ലൈറ്റ് കളറാണ് വരുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ വന്നിട്ട്. എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ച് എല്ലാം വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ. സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. വലിയൊരു സ്റ്റോറേജോട് കൂടിയ ഇൻവെർട്ടർ പോയിന്റാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് വാഷ് ബേസ്. വാഷ് ബേസിൽ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇത് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും അടുത്തൊരു നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 പാളിയിൽ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ അലമാര. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 3 പാളിയുടെ കബോർഡാണ് വരുന്നത്. ഇതിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമെല്ലാം വലിയ വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിങ്സിന് വെച്ചിരിക്കുന്ന സെറയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ വന്നിട്ട് നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. വലിയൊരു കിച്ചണാണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജോട് കൂടിയൊരു കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ ടെയിൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അപ്പോസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. കിച്ചൻ്റെ ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പോയിന്റ് വന്നിട്ട്. ഇതിൻ്റെ ഈ റാക്കിൻ്റെ അടിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിലാണ് നനകല്ല് വരുന്നത്.
ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു കിച്ചൺ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഹൗസ് സൈഡിൽ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂമൊക്കെ ചെയ്യാനുള്ള സ്പേസ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തടുത്ത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റീലാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫാൻസി ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഹാളിലെ സീലിംഗിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂം നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. താഴെ കണ്ട സെയിം മെത്തേഡിലാണ് നമുക്ക് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഒരു സ്റ്റോറേജ് നമുക്ക് മേക്കപ്പ് സെറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാണുന്ന ഒരു സ്റ്റോറേജ്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്നൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നില്ല. നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്ന നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ് ഹാളിൽ നിന്നും. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂമിലും നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് സെയിം മെത്തേഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമ്മുടെ ബാൽക്കണി. ഈ കാണുന്ന നമ്മുടെ ബാൽക്കണി അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റീലാണ്. നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. ഈ സിറ്റൗട്ടിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട അതേ മെത്തേഡിലാണ് ഇവിടെയും ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല വുഡിന്റെ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ബാൽക്കണിയുടെ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. 2 ടാങ്കാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കിണറിൻ്റെതും ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും. അങ്ങനെ നമുക്ക് 2 ടാങ്കാണ് ടെറസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റാണ്. 4 ബെഡ്റൂമാണ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് പൊറ്റയിലാണ്. ഈ വീട്ടിൽ നമുക്ക് 2 കാർ പാർക്കിങ്ങിനുള്ള ഏരിയ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണർ വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് ചുറ്റുള്ള വാസ്തുപ്രകാരമാണ് കിഴക്ക് ദർശനമാണ്. ഈ വീട് നിൽക്കുന്ന ഒരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 500 മീറ്ററേ വരുന്നുള്ളൂ. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നമുക്ക് പാലായിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും മാർജിൻ ഫ്രീ ഉള്ള സാധനങ്ങളായിരുന്നാലും എല്ലാം തന്നെ നമുക്കിവിടെ കൊണ്ടുവരുന്നുണ്ട്. പത്രം കൊണ്ടുവരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് വരുന്ന ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ടാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.